കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എത്രയെത്ര അവസരങ്ങളാണ് ആ ദൈവം ഉണ്ടാക്കി തരുന്നത്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ? അകന്നു പോകാനുള്ള പഴുതുകളാണ് നീ തിരയുന്നത്. അവകാശി എത്തും വരെ ഒരു പകരക്കാരിയായിട്ട് വേഷം കെട്ടിയവളും മാത്രമാണ് ഞാൻ. വേണ്ടാത്തതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായിട്ട് പോലും എപ്പോഴും അവസരങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോഴും അകലാൻ വേണ്ടിയാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ കാണണമെന്ന് തോന്നുമ്പോ അപ്പൊ നീ മുമ്പിലെത്തും. നീ അരികിൽ വേണമെന്ന് ചുമ്മാ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാ മതി, അപ്പൊ നീ എത്തും. നിന്നെ എന്നെ അന്ന് രാത്രി ഒന്നിച്ച് കണ്ടതിന് ശേഷവും ഞാനൊരു യോഗ്യതയില്ലാത്തവനാണെന്ന് എൻ്റെ അച്ഛൻ പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ അച്ഛൻ മനസ്സിലാക്കിയത്? അച്ഛനത് മനസ്സിലാക്കി കൊടുത്തതും ദൈവം തന്നെയായിരിക്കണം. അച്ഛൻ നമ്മളെ രണ്ടുപേരെ അംഗീകരിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലായി. നീ ആണെന്റെ മരുമോള്. എനിക്ക് മനസ്സിലായി. സത്യം എന്താണെന്ന് മനസ്സിലായ നിമിഷം ഡേവിഡിന്റെ അച്ഛൻ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. പറയേ, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്ന് പെട്ടെന്ന് അവളെ ഒരുക്കടി. ഇപ്പൊ തന്നെ മുറിക്കകത്ത് എന്താ നടക്കുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ല. കല്യാണ പെണ്ണിനെ ഒരുക്കുന്ന പോലെ ഒന്നും ഒരുക്കേണ്ട കാര്യമില്ല. ഒന്ന് പെട്ടെന്നാവട്ടെ. വൈദേഹി ചേച്ചിയെ ദേവേടിന്റെ അടുത്ത് പിടിച്ചു നിർത്തി ഹോമം നടത്തിയ സമയത്ത് ഈ പേടിയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. നീ ഒന്ന് വായടക്കട ചേർക്ക. കൊച്ചുവായിൽ വലിയ വർത്താനം കൊണ്ട് വരുന്നവൻ. ദേ നോക്ക്, ആ കയ്യിലിരിക്കുന്നത് തിന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. പ്രായത്തിൽ കവിഞ്ഞ വർത്താനം എല്ലാം നിന്റെ കയ്യിലിരിപ്പിന്റെ അടി. നിന്റെ തലേന്ന് ആ സിനിമാ ഭ്രാന്ത് മാറിയാലേ നിന്റെ ജീവിതം നന്നാവുള്ളൂ. ഇത്രയും വലിയ കൊട്ടാരത്തില് പൊന്നു പോലത്തെ ഭർത്താവും ഈ ആസ്തിയും അന്തസ്സും ഒന്നും അവക്ക് ബോധിക്കുന്നില്ല. ഇതിനേക്കാളും കൂടുതൽ ആ സിനിമാ ലോകത്ത് എന്താ അടിയുള്ളത്? ഒന്ന് പെട്ടെന്നാവട്ടടി സുലേഖേ. അകത്തെന്താ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോ തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയുക. അല്ലമ്മേ, എനിക്കൊരു സംശയം. മതി, ഇനിയും നിന്റെ സംശയം തീർക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. അവളെ പെട്ടെന്നൊന്ന് ഒരുക്ക്. അയ്യോ, അവരകത്ത് എന്തൊക്കെ ഒപ്പിക്കുന്നുണ്ടോ എന്തോ. നമുക്ക് രണ്ടാൾക്കും ഇത്രയേറെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും നീ മാത്രം എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നേ? ഭാര്യയും ഭർത്താവും മാത്രം ഒന്നിച്ചിരുന്ന് ചെയ്തു തീർക്കേണ്ട ആ പവിത്രമായ യാഗം ദൈവം നിന്നോടൊപ്പം ഇരുത്തി ചെയ്യിച്ചത്, അതും നീ വിശ്വസിക്കുന്ന ആ രാമൻ തന്നെ. പിന്നെ ഇപ്പൊ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഈ മുറിയിലാക്കിയതും രാമൻ തന്നെയാ. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഓരോ നിമിഷത്തിലും നീ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ സാഹചര്യത്തിലും എന്റെ പ്രാർത്ഥന കേട്ടിട്ടുള്ള നിന്റെ ഭഗവാൻ ഒരു കാര്യത്തിൽ എന്നെ ചതിച്ചു കളഞ്ഞു. കെട്ടിയ സമയത്ത് എന്തിനാണ് നിന്നെ മാറ്റിയിട്ട് ആ ശ്രേയയെ പിടിച്ച് അവിടെ ഇരുത്തിയത്? അതും എന്റെ കഴുത്തിൽ തന്നെ ദേവേട്ട കെട്ടിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ശ്രീരാമൻ.
നമുക്ക് രണ്ടുപേർക്കോ ദേവേട്ട അന്ന് കല്യാണം നടന്നത്. കൈനീട്ടുന്നു സാഗരം കരയോടുന്നു സൗഹൃദം എന്റെ ജീവനേക്കാളേറെ ഞാൻ ദേവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ദേവേട്ടൻ കൊതിക്കുന്നതിനേക്കാളും ഒരു 100,000 ഇരട്ടി എന്റെ ദേവേട്ടന് വേണ്ടി ഞാൻ കൊതിക്കുന്നുണ്ട് ദേവേട്ട. ഞാനില്ലാതെ ദേവേട്ടൻ അനുഭവിക്കുന്ന എല്ലാ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും 100 ഇരട്ടി ദേവേട്ടനില്ലാതെ ഞാനും വിഷമിക്കുന്നുണ്ട്. വൈദേഹി, എന്നെ കൊണ്ടിനി വയ്യ. ദേവേട്ടനെ വിഷമിപ്പിച്ച് എനിക്ക് ഈ വേദന അനുഭവിക്കാൻ വയ്യ. ദേവേട്ടനെ നകന്ന് ഇനി ഒരു ക്ഷണം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. മതിയായി. വൈദേഹി, വൈദേഹി, നിനക്കും എല്ലാം സത്യമായിട്ട് തന്നെ തോന്നുന്നുണ്ടല്ലേ? താലി മാത്രം നിന്റെ കഴുത്തിൽ കെട്ടാൻ രാമൻ അനുവദിക്കാത്തത് എന്താണെന്ന് നിനക്കും ഇപ്പൊ തോന്നുന്നില്ലേ? ഇല്ല, ആർക്ക് എന്ത് എത്രമാത്രം കൊടുക്കണമെന്നുള്ളത് ആ രാമൻ അറിയാം. അറിയിക്കുന്നതല്ലേ കിട്ടുള്ളൂ. ഈ ജന്മത്തേക്ക് ശ്രേയയാണ് ദേവേട്ടന്റെ ഭാര്യയായി ജീവിക്കേണ്ടത്. വീണ്ടും അതേ കഥ തന്നെ പറയുകയാണോ നീ? ഞാൻ എന്റെ മനസ്സും എന്റെ മനസ്സിന്റെ വേദനയും എങ്ങനെയാണ് നിന്നെ നീ പറഞ്ഞ് മനസ്സിലാക്കുക? സൂക്ഷിച്ച്, ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. എന്താ ഇവിടെ നടക്കുന്നേ? ദേവൻ എല്ലാ സത്യവും അറിയാം. എന്നിട്ടും എല്ലാം ഒളിപ്പിച്ച് എന്തിനവൻ വൈദേഹിയുടെ യാഗത്തിനിരുന്നത്? ജഗന്നാഥവർമ്മേ, പറഞ്ഞോളൂ രാമ, എന്താ കാര്യം? എനിക്ക് ഇദ്ദേഹത്തോടെ സംസാരിക്കണ്ടേ, പക്ഷേ ഈ അവസ്ഥയിൽ അദ്ദേഹത്തോട് ഞാൻ എന്തു പറയാനാ? വർമ്മയോട് ചോദിക്കേണ്ട ക്ഷമാപണം അങ്ങയെ സാക്ഷിയാക്കി ഞാൻ ജഗനോട് ചോദിക്കുക. ക്ഷമാപണോ? അതേ ജഗന്നാഥവർമ്മേ, ഒരു പെൺകുട്ടിയുടെ അച്ഛനാ. പക്ഷെ അവള് ചെയ്ത തെറ്റിന് ഞാനല്ലാതെ ആരാ മാപ്പി ചോദിക്കുക? ഇപ്പോഴും അവൾക്ക് കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് നല്ലതും ചീത്തയൊക്കെ മനസ്സിലാക്കി കുടുംബജീവിതം നയിക്കാൻ ഇനിയും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാ
ഈ യാഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. നിങ്ങൾ അതെങ്ങനെ എടുക്കുന്നറിയാതെ എന്റെ മോളുടെ ജീവിതം തകർന്ന് തരിപ്പണാവുന്ന പേടിച്ചുപോയി. പക്ഷേ എത്ര വലിയ മനസ്സുണ്ടായിട്ട് അവളോട് ക്ഷമിച്ചത്, സാരിയും ബ്ലൗസും വെച്ച് ഹോമം നടത്തിയത്. ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോ വൈദേഹിയാണ് യാഗത്തിനിരുന്നതെന്ന കാര്യം ഇദ്ദേഹവും അറിഞ്ഞിട്ടില്ല. ഇനി ഞാനായിട്ട് ഈ സത്യം രാമനെ അറിയിക്കണം. ഇതുപോലൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരാൾ ശരിയല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കും തകരുക. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുന്നവരായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നല്ല ക്ഷീണം ഉണ്ടാവും. സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ആയിക്കോട്ടെ ജഗന്നാഥ. ശ്രേയ ഏത് സമയത്തും അകത്തേക്ക് കയറി വരും. അതുവരെ ഞാൻ ഇവിടെ കിടന്നോളാം. ദേവേട്ടന് നല്ല ക്ഷീണം കാണുമല്ലോ, കിടന്നോ. ശ്രേയ വന്നില്ലെങ്കിലോ? വരും ദേവേട്ട, എന്തുകൊണ്ട് വരില്ല? ഇനി ഒരു പക്ഷെ വന്നില്ലെങ്കിലോ? വരരുതെന്ന് മാത്രം പ്രാർത്ഥിച്ചേക്കരുത്. കുറച്ചു നേരം അവളൊന്ന് മാറിയതുകൊണ്ട് ഒരാളുടെ സ്ഥാനം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല ദേവേട്ട. ശ്രേയയ്ക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും അത് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. അച്ഛനല്ലേ പോയിരിക്കുന്നത്, അവളെയും വിളിച്ചോണ്ട് അച്ഛൻ തിരിച്ചു വരും. കൂടുതലൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. മതി മതി, ഇപ്പൊ തന്നെ എന്റെ മോളുടെ സൗന്ദര്യം കണ്ടില്ലേ? എഴുന്നേക്ക്, എഴുന്നേക്കടി, ഇങ്ങോട്ട് വന്നേ. അവിടെ വന്നേ, ഈ പാലും കൂടെ കൊണ്ടുപോയിക്കോ. ഇത് അവന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്റെ അമ്മോ, വേണ്ട വേണ്ട, അവിടെ ചെന്നിട്ട് തരാം. എടി സുലേഖ, നീ ആ തട്ടം ഇങ്ങ് എടുക്കടി. ഒന്ന് പെട്ടെന്ന് ഇവളെ അകത്താക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ. ആ തലയിലേക്ക് ഇട്ടു കൊടുക്ക്. ആ എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് ഇട്ടു കൊടുക്ക്. ഇനി നടക്ക്, വാ നടക്ക്. വീട് മരണക്കോലത്തിലാണല്ലോ. അപ്പൊ വീട്ടിലുള്ളവര് ഏതവസ്ഥയിലായിരിക്കും നോക്കട്ടെ. കയ്യെന്ന് വിട്. നിന്നോടുള്ള കൊതി കൊണ്ടൊന്നും പിടിച്ചല്ല. നീ യാഗം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ പാട്ടിനങ്ങ് പോവുകയും ചെയ്തു. ഫോൺ ചെയ്തിട്ടും എടുത്തില്ല. അവിടെ ഹോസ്പിറ്റലിനകത്തേക്ക് ഫോൺ തന്നു വിട്ടില്ലായിരുന്നു. പുറത്ത് റിസപ്ഷനിൽ വെച്ചിരിക്കായിരുന്നു. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഞാൻ പറഞ്ഞതുപോലെ ഹോമം മുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. എന്ത് മുടങ്ങിന്നാ? എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ? സന്തോഷമായിട്ട് രണ്ടുപേരെയും കൂടെ മുറിക്കകത്ത് കയറ്റി കഥ കടച്ചിട്ട് ഇപ്പൊ കുറെ നേരമായി. ഇപ്പൊ അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു വഴിയില്ലല്ലോ യാഗം നടക്കാൻ. നീ എന്തായി പറയുന്ന? നീ ചുമ്മാ കള്ളത്തരം പറയരുത്. എന്റെ കൺമുമ്പിലല്ലേ നടന്നേ. ഞാനെന്തിനാ നിന്നോട് കള്ളത്തരം പറയണേ? അതിന് ശ്രേയ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അവളില്ലാതെ യാഗം എങ്ങനെ നടന്നു? ഞാനും അങ്ങനെ തന്നെ കരുതിയത്. എന്നാ ശ്രേയ വരികയും ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ യാഗവും നടന്നു. ചേടാ, ശ്രേയ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. നീ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. തട്ടോട്ടിരുന്നത് ശ്രേയ ആവാൻ ഒരു സാധ്യതയില്ല. നോക്കി പറഞ്ഞാലും ഞാൻ പറയണത് നീ വിശ്വസിക്കില്ലല്ലോ. എന്റെ അച്ഛൻ അവളെ നേരിട്ട് കണ്ടതാ. തട്ടോട്ടിരുന്നത് ശ്രേയ തന്നെയാ. നീ എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ വിചാരിച്ചാ തെറ്റിയത്. ഇപ്പൊ ഉണ്ടായിരുന്നതും കൈവിട്ടു പോയി. ഏയ്, നീ ഇങ്ങനെ പദം പെറുക്കല്ലേ. അതിന് ശ്രേയ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? ഇവിടെ ഇല്ലാത്തവള് തട്ടോ ഇട്ട് ഹോമത്തിന് എങ്ങനെ ഇരുന്നു? അതൊരിക്കലും നടക്കില്ല. നിനക്കിനി ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാ പിന്നെ അകത്ത് എന്ന് ആ തട്ടം മാറ്റി നോക്ക്. സുലേഖേ, നീ എങ്ങോട്ടായി കയറി വരുന്നേ? മോളില് നിന്റെ മരുമോനുണ്ട്. ആ മാധവനെങ്ങാനും എഴുന്നേറ്റ് വന്നാ പിന്നെ അത് മതി. നീ അവന്റെ കൂടെ പോയിരിക്കും. ചെല്ലടി. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രേയെ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാ പോരായിരുന്നോ? ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമാണെന്ന് തോന്നും. അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളേന്.
എന്തിനാടി നീ ചിരിക്കുന്നത്? നിന്റെ ഭർത്താവുമായിട്ട് അവൾ അകത്ത് കയറിയിട്ട് എത്ര നേരമായെന്ന് നിനക്കറിയോ? അതിനെക്കുറിച്ച് നിനക്ക് വല്ല വിചാരമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ അല്ലേ? ഒരു കാര്യം ഓർത്തോ പെണ്ണേ, ഈ പാൽ അവനെ കൊണ്ട് നീ കുടിപ്പിക്കണം. അല്ലാതെ നീ കുടിച്ചിട്ട് എന്റെ അടുത്തെങ്ങും വന്ന് കിടന്നേക്കല്ല്. എന്താ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ശരി, പെട്ടെന്ന് നടക്കടി. വാ, നിന്റെ അനുസരണക്കേട് കാരണം എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു. എടി വൈദേഹി, വൈദേഹി. വൈദേഹി, വാതിൽ തുറക്കടി അനാഥപ്പുഴു. അച്ഛമ്മയാണല്ലോ. അപ്പോ ശ്രേയ വന്നു ഉറപ്പാ. അവള് വന്നല്ലേ? എന്താ വരില്ലെന്ന് കരുതിയോടി, അതോ വരാൻ പാടില്ലെന്ന് കരുതിയോ? വാതിലെ മുട്ടിട്ട് തുറക്കാൻ എന്താ നീ ഇത്ര നേരം വൈകിയേ? അകത്ത് നീ എന്തെടുക്കുമായിരുന്നടി? കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കുകയായിരിക്കും അല്ലേ? എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇപ്പോ ഇവിടെ വെച്ച് തന്നെ പറയണോ? ആ, അതൊക്കെ പോട്ടെ. നിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. നീ ഒന്ന് പുറത്തോട്ടിറങ്ങി എന്റെ മോൾ അകത്തേക്ക് കയറിക്കോളൂ. കേറ്. അയ്യോ ഊർമിളേച്ചി. എന്താ ഊർമിളെ? അകത്തേക്ക് ആരെയാണാവോ കയറ്റിവിടുന്നത്? വേറെ ആരെ കയറ്റിവിടാനാ? ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യയല്ലേ കയറ്റിവിടണ്ടേ? അത് ശരി. അപ്പൊ യാഗം നടന്നതും ഈ ഭാര്യയോടൊപ്പം തന്നെ ആയിരുന്നു? എവിടെ ഈ ഭാര്യ ആ ഭാര്യയൊക്കെ? ആകെയുള്ളത് ഒരു ഭാര്യ. തട്ടോട്ട് ആരെങ്കിലും അങ്ങ് പിടിച്ചിരുത്തിയാ അവരെല്ലാരും അങ്ങ് ഭാര്യമാരാവൂ. എന്നെ അത്രയ്ക്കൊരു മണ്ടിയായിട്ട് കാണണ്ട. ആ തട്ടോടുത്ത് മാറ്റിക്കേ. എന്തിനാ ഇപ്പൊ അത് മാറ്റുന്നേ? അതെന്റെ കൊച്ചുമോള് ശ്രേയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആണോ അല്ലയോ എന്നുള്ളത് തട്ട് മാറ്റിയാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ഒന്ന് മാറ്റിക്കേ. അല്ല, നിന്റെ ഈ സംശയം എന്തിന്റെ പേരിലാ? ശ്രേയയ്ക്ക് പകരം മറ്റാരെയോ എന്തിനു നിർത്തണം? തട്ടം മാറ്റാനാ ഞാൻ പറഞ്ഞത്.